എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമ്മുടെ റെയിൽവേ പാഴ്സൽ സർവീസ് ഇത്ര ചീപ്പ് റേറ്റ് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് എനിക്ക് കൺഫേം ആയിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ റൂം ബോയിനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ പാഴ്സൽ ഓഫീസിട്ട് പോവാ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പാഴ്സൽ ഓഫീസ് വരുന്നത് അജ്മീർ ഗേറ്റിലാണ്. അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോ എടുത്തിട്ടാണ് പോയത്. അല്ലെങ്കിൽ നമുക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലാസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നാൽ മതി. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പുറകിലത്തെ ഗേറ്റും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി മെട്രോ സ്റ്റേഷന്റെ അരികിലായിട്ടാണ് പാഴ്സൽ ഓഫീസ് വരുന്നത്. അങ്ങനെ നമ്മൾ പാഴ്സൽ എൻട്രിയിൽ എത്തി. ഇവിടെ വരെ ഓട്ടോ ചാർജ് 100 രൂപ. പിന്നെ കുറച്ചു ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഈ അണ്ടകടാകം പോലത്തെ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് മനസ്സിലായി, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പൊ പിന്നെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ കിട്ടിയ ആളാണ് രാഹുൽ. പുള്ളി അവിടുത്തെ യൂണിയന്റെ സ്റ്റാഫാണ് കേട്ടോ. അപ്പൊ പുള്ളിയോട് നമ്മൾ കാര്യം പറയുമ്പോൾ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലഗേജ് ഒക്കെ തന്നോളൂ, ഒപ്പം ഒരു 1500 രൂപയിൽ നിന്ന് നമ്മൾ അയച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടെ നിന്നോളൂ, നമ്മൾ എല്ലാ കാര്യവും പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി നേരെ പാക്കിങ്ങിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പുള്ളി നല്ല വൃത്തിയായിട്ട് എൻ്റെ ലഗേജ് ഫുള്ള് പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ നന്നായിട്ട് തുന്നിക്കെട്ടി നല്ല സെക്യൂർ ആയിട്ട് സംഭവം സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ലഗേജ് ഡെലിവറി ചെയ്യേണ്ട സ്റ്റേഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്യൂരിറ്റി ചെക്കിൻ ആണ്. അവിടെ നമുക്ക് നോർമലി ഉള്ള ക്രൈറ്റീരിയ ഒക്കെ തന്നെ, ഇൻഫ്ലേമബിൾസ് പാടില്ല, ലിക്കർ പാടില്ല, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയസ്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തു. അവിടുന്ന് സീൽ വെച്ച് എൻട്രി മാർക്ക് ചെയ്ത് നമുക്ക് തന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം രാഹുൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ 9ാം നമ്പർ കൗണ്ടറിൽ പോയി വെയിറ്റ് ചെക്ക് ചെയ്തു, പിന്നെ ബില്ലടച്ചു. അപ്പോൾ ഏകദേശം 30 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, 280 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 13ാം നമ്പർ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്കർ കിട്ടി. അത് നമ്മുടെ പാഴ്സലിൽ ഒട്ടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റേഷൻ കോഡും അതുപോലെ തന്നെ കൺസൈൻമെന്റ് നമ്പറും കൂടെ ആ പാഴ്സലിന്റെ പുറത്ത് എഴുതണം. അങ്ങനെ നമ്മുടെ ഐറ്റം ഡിസ്പാച്ച് ചെയ്യാൻ റെഡിയായി. അപ്പോൾ നമ്മുടെ ബില്ലിന്റെ ഒരു കോപ്പിയും കൂടി അതിൻ്റെ ഉള്ളിൽ തിരികെ കയറ്റിയിട്ട് സാധനം സെറ്റ്. പിന്നെ നമ്മുടെ സന്തോഷത്തിന് ഗുരുദക്ഷിണ പോലെ ഒരു 500 രൂപ അവർക്ക് 2 പേർ കൂടി കൊടുത്തു. നമ്മുടെ ചെക്കിന് 2 ബിയർ വാങ്ങിക്കാനുള്ള പൈസയും കൊടുത്തു. നമ്മൾ അങ്ങനെ വിജയശ്രീ ലാളിതരായി തിരിച്ചു പോന്നു. ഇനി ഇവനെ വിളിച്ചോണ്ട് വന്നതിന് മുതലാളിയോട് എന്ത് പറയുന്നു എനിക്കറിയത്തില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.